നമ്മൾ കപ്പയ്ക്ക വെച്ച് നമ്മളൊരു വട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ ചേരുവയ്ക്ക് വേണ്ടി സവാള ഇത്ര എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഇത്ര എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്, കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി നമ്മൾ ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഇടാം. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് അന്നേരം ഇടാം. പിന്നെ മൈദയും നമുക്ക് അതിന് അപ്പോഴാവശ്യത്തിന് എടുക്കാം. നമ്മൾ അരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതേപോലെയാണ് അരിഞ്ഞേക്കുന്നത്. ഇങ്ങനെ ചീവി അരിഞ്ഞേക്കുവാണ്. അതുകൊണ്ട് ഇങ്ങനെ ക്യാരറ്റും അതേപോലെയാണ് അരിഞ്ഞേക്കുന്നത്. ഉള്ളി നമ്മൾ തന്നെ ഇങ്ങനെ അരിഞ്ഞേക്കുന്നത്. ഇനി നമുക്കിത് അങ്ങോട്ട് തട്ടിയിടാം ഒരു ചരുവത്തിലോട്ട്. നമുക്ക് തട്ടിയിടാം സവാളയും കൂടെ. 1 കപ്പ് ഞാൻ മൈദാപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഒരു ശകലം കൂടെ ചേർക്കാം. 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് മൈദാപ്പൊടി. ഈ കപ്പിനാണ് എടുത്തേക്കുന്നത്. ബേക്കിംഗ് സോഡ ഞാൻ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മറ്റേ സാദാ സോഡ. മുളക് പൊടി ഞാൻ കാശ്മീരിയാണ്, ഒരു 1/2 ടീസ്പൂണിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ഇടുവാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുഞ്ഞ് സ്പൂണിനാണ് എടുത്തേക്കുന്നത്. നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചീനിച്ചിട്ട് അടുപ്പത്തോട്ട് വെച്ച് എണ്ണ ഒഴിക്കാം. നമുക്കിനി അത് എണ്ണ ഒഴിക്കാം. ഗോൾഡ് ബട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് വട അങ്ങോട്ട് ഇടാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. സ്പൂണിൽ കോരി വെച്ചാലും ഉണ്ടാക്കാം. ഞാനിപ്പം വട ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരാം. കപ്പയ്ക്ക വെച്ചുള്ള വടയാണ് നമ്മൾ ശരിയായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം, നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കായാലും അറിയുന്നവർക്കായാലും എല്ലാവർക്കും നല്ലതാണ്. ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.